നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നിമ്മി മിൻസാർ. നമ്മുടെ RCMന്റെ ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വണ്ടർഫുൾ റിസൾട്ട് നമുക്ക് കേട്ടാലോ? നമസ്കാരം, എൻ്റെ പേര് വിനിത ബിജു, ഇരിഞ്ഞാലക്കുടയാണ് വീട്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു 11-12 വയസ്സിനുള്ളിൽ തന്നെ പീരിയഡ്സ് ആയി. പക്ഷേ പീരിയഡ്സ് ആയി എന്നുണ്ടെങ്കിലും കൂടിയിട്ട് അന്ന് തൊട്ട് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എൻ്റെ ഒരു വിവാഹം കഴിഞ്ഞിട്ടും എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഹെവി ബ്ലീഡിങ് ആണ് എനിക്ക് ഉണ്ടാവുക. പക്ഷേ വിവാഹത്തിന് മുപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസം കൊണ്ടൊക്കെ അത് ഓക്കെയാണ്, നോർമൽ ആവാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് എന്താ പറയുക പീരിയഡ്സ് 2 മാസമൊക്കെ കൂടുമ്പോഴാവും എനിക്ക് പീരിയഡ്സ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വയറുവേദനയും അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണവും തണ്ടൽ വേദനയും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നാലോ പീരിയഡ്സ് ആയി കഴിഞ്ഞാലോ എനിക്ക് നിൽക്കുകയില്ല, അതായത് ഹെവി ബ്ലീഡിങ് ആണ്. അപ്പോൾ അതെന്താണ് ഇങ്ങനെ സംഭവിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് PCOD ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. പിന്നെ ആ PCOD ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. ഡോക്ടർ എനിക്ക് മരുന്നുകൾ തന്നു. പക്ഷേ ആ ഗുളിക എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കലെ എനിക്ക് ഇടയ്ക്ക് പീരിയഡ്സ് 2 മാസം കൂടുമ്പോഴാവും ഞാൻ പീരിയഡ്സ് ആവാം. അത് കഴിഞ്ഞ് എനിക്ക് നിൽക്കില്ല. പിന്നെ ഇത് നിൽക്കാൻ വേണ്ടി ഡോക്ടറെ എത്തിക്ക് ഞാൻ വീണ്ടും പോകും, വീണ്ടും ഡോക്ടർ എന്തായാലും മരുന്ന് എഴുതും അത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ എനിക്കൊരു എന്താ പറയുക ഹെവി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 2 DNC ഇതൊക്കെ കഴിഞ്ഞു. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു കുട്ടിക്ക്, എനിക്കൊരു മകനാണുള്ളത്, അപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് കുഴപ്പമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്കാനിങ് ഒക്കെ ചെയ്തു. ആ സ്കാനിങ് ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഒരു ബലൂണിൻ്റെ ആകൃതിയിൽ എന്താ പറയുക അതേപോലെയാണ് ഇങ്ങനെ ഞാൻ ഒരു മുഴ പോലെ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടിക്ക് ശേഷം നമുക്ക് ആ ഒരു യൂട്രസ് വരെ നമുക്ക് റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് കളയാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നാൽ പോലും എനിക്ക് നിൽക്കാൻ വരെ പറ്റില്ല. കാരണം ഞാൻ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലം നോക്കും, എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴത്തേന് ചേട്ടനെ വിളിക്കും ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുവന്നാക്കി തരുമോ എന്ന് പറയും. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് ചേട്ടൻ ജോലി സ്ഥലത്ത് നിന്ന് വരും, അപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് എന്നെ കൊണ്ടുവന്നാക്കാൻ വെച്ചാൽ അത്രയും പോലും എനിക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഒരു ക്ഷീണം. അങ്ങനെ എനിക്ക് ഭയങ്കര അതിനെ ചൊല്ലിയിട്ട് എന്താവും എനിക്ക് ഇങ്ങനെയെന്നുള്ളത്, ഇതെങ്ങനെ മാറില്ല, അങ്ങനെയുള്ള ടെൻഷൻ വന്നപ്പോൾ എനിക്ക് ഏകദേശം ഒരു മുഴു രോഗി. കാരണം ഉറക്കമില്ല, ഭയങ്കര ടെൻഷൻ എനിക്ക്. അപ്പോൾ അത് ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് എന്താ പറയുക ഏകദേശം ഒരു 4000 രൂപയുടെ മരുന്ന്. കാരണം സമയത്തിന് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം എനിക്കില്ല, അതുണ്ട്. പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല, ഞാൻ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാറില്ല. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക വെള്ളം വേണം, അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം, വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ. ജോലി വീട്ടിലത്തെ ജോലി, പുറമേത്തെ ജോലി, ഇതൊക്കെ നമ്മൾ ചെയ്തു പോവുക, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നല്ലാണ്ട് നമ്മൾ എത്ര കണ്ട് നമ്മൾ ഭക്ഷണം നമ്മൾ നേരത്തിന് കഴിക്കണം അങ്ങനെയുള്ളതല്ല. വിശക്കുമ്പോൾ എന്താണോ നമുക്ക് കഴിക്കാൻ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം മിക്കവാറും ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഞാൻ മൊത്തം വീക്കായിരുന്നു എൻ്റെ ബോഡി. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് ഒരു 4000 രൂപയുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ എല്ലാവരും പറയും എന്നോട് നിനക്ക് എന്താണ് ഭക്ഷണം പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും പേരുത്ത് ഗുളികകളാണ് നീ കഴിക്കണേന്ന് പറയും. ഏകദേശം ഒരു 3 വർഷക്കാലം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ യൂട്രസിലുള്ള പ്രോബ്ലം കൊണ്ട് എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസി കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എല്ലാ മാസമാണ് കേട്ടോ, ഒന്ന് ആലോചിക്കണം, എല്ലാ മാസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HB ലെവൽ എന്ന് പറഞ്ഞ സംഭവം, HB എത്രയെന്ന് പോലും അത് എത്രത്തോളം വേണം എന്നുള്ളതും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുമല്ല എൻ്റെ വിചാരം ഹെവി ബ്ലീഡിങ് വരുമ്പോൾ എനിക്ക് നന്നായി ബ്ലഡ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഹെവി ബ്ലീഡിങ് വരണത്. ഈ അറിവൊക്കെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാനാണ് രോഗിയായിരുന്നത്. ആ രോഗം വന്ന് എല്ലാ മാസം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി വന്നതും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു എന്താ പറയുക, അദ്ദേഹം എന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വിട്ടുപോയി. ആ പോയ സമയത്ത് എനിക്ക് ഇത്രയും രോഗാവസ്ഥയിൽ നിൽക്കുന്നൊരു ടൈമായിരുന്നു ഞാൻ. അപ്പോൾ പോയ സമയത്ത് നമ്മളെന്താ കരുതുക, യൂട്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഹെവി ബ്ലീഡിങ് വന്നു, ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് എന്തായാലും യൂട്രസ് റിമൂവ് ചെയ്യാം, പിന്നെ അതിന് DNC ഇപ്പോൾ ഒരു DNC കൂടിയും കഴിഞ്ഞു, ഇനി നമുക്ക് DNC ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനിയിപ്പോൾ രണ്ടാമത്തെ കുട്ടി നമുക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഒരു യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്
ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കേസാണ്. ഞാൻ പോവുക പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ ഒരു യൂട്രസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വേണമല്ലേ. അപ്പോൾ അത് ആ പൈസയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു പകച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വീണ്ടും വന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ കഴിച്ചിരുന്ന ടാബ്ലറ്റുകളൊന്നും ഞാൻ കഴിക്കാണ്ടായി. കാരണം ഇനി എന്തിനാണ് ഞാനതൊക്കെ കഴിക്കണേന്നായി. അപ്പോൾ അതൊന്നും ഞാൻ കഴിക്കുന്നില്ല. പിന്നെ അങ്ങനെ അത്രയും ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കസിൻ, അതായത് ഒരു അമ്മായി മുഖേന ഈ ഒരു എന്താ പറയുക ഒരു ഉൽപ്പന്നം, അതായത് ഞാൻ ഒരു 2-3 സംഭവങ്ങൾ നിനക്ക് തരാം, നീ അത് കഴിച്ചു നോക്ക്, നിനക്ക് എന്തായാലും നല്ലൊരു മാറ്റം വരുന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഒരു എന്താ പറയുക എൻ്റെ രോഗം മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് പരിചയപ്പെടുത്തുക, അത് കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും വിശ്വാസം വരില്ല. പക്ഷേ ഞാനത് എന്നാലും വിശ്വാസം ഇല്ല എനിക്ക് വലിയ, എന്നാലും ഞാനത് കഴിക്കാൻ തുടങ്ങി. അതായത് ഒരു ഹെൽത്ത് ഗാർഡ് ഓയിൽ, അതുപോലെ തന്നെ omega-3 ന്യൂട്രിചാർജ് വുമൺ, ഇത് 3 എന്നോട് കഴിക്കാൻ പറഞ്ഞത്. ഏകദേശം ഒരു മാസത്തോളം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ക്ഷീണം മാറുന്ന പോലെ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ കൊള്ളാലോ, ഒരു ക്ഷീണം മാറുന്നുണ്ടല്ലോ എന്ന് തോന്നി. വീണ്ടും നമുക്ക് റിസൾട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ കഴിക്കാൻ തുടങ്ങും. വീണ്ടും ഞാനത് മേടിച്ചു, അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ച് ഞാൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് അത് കഴിച്ചുകൊണ്ടിരുന്നു ഒരു 8 മാസം. ഏകദേശം ഒരു 8 മാസമായപ്പോഴാണ് എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എനിക്ക് ബ്ലഡ് കുറഞ്ഞിട്ട്, എനിക്ക് അതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ബ്ലഡ് കുറഞ്ഞിട്ട് ഒരു 6 പോയിന്റിലേക്ക് എൻ്റെ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. അത്രയും താന്ന് എൻ്റെ ബ്ലഡിൻ്റെ ലെവൽ, HB ലെവൽ. ആ നിൽക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഞാൻ എനിക്ക് ശ്വാസം കിട്ടാണ്ട് ഒരു 3 കുപ്പി ബ്ലഡ് എൻ്റെ ശരീരത്തിലേക്ക് കയറ്റിയിട്ടാണ് ലാസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത് ഡോക്ടർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഭക്ഷണത്തിൽ കൂടെ ബ്ലഡ് ഉണ്ടാക്കിയിട്ട് വന്നാൽ മതിയെന്ന്. ആ സമയത്ത് തന്നെയാണ് എനിക്ക് ഈ ഒരു ഉൽപ്പന്നങ്ങൾ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് ക്ഷീണം മാറിയെന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും നമുക്ക് എല്ലാ മാസവും ഞാൻ വീണ്ടും എന്നാലും ഡോക്ടറെ കാണാൻ പോകാറുണ്ട്, ഒരു ചെക്കപ്പ് പോലെ ഡോക്ടറെ കാണാൻ പോകാറുണ്ട്. പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ HB ലെവൽ കൂടിയതായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ HB കൂടിയല്ലോ, എനിക്ക് 12-ന് മേലേക്ക് എനിക്ക് HB വന്നു. എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും HB ലെവൽ 12.5 HB ലെവൽ കണ്ടു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. PCODക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 8 മാസം ഞാൻ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ തുടർച്ചയായി ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ 8-ാം മാസത്തിൽ എനിക്ക് പീരിയഡ്സ് ആയപ്പോൾ കഠിനമായ ഒരു വേദനയാണ് എനിക്ക് വന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കുകയാണോ, എനിക്ക് ഒരാളെ വിളിക്കാൻ പറ്റണില്ല, മിണ്ടാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ കഠിനമായ വേദനയോട് കൂടി തന്നെ എന്തൊക്കെയോ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ച് എനിക്ക്. പിന്നെ അതിന് ശേഷം ആ പീരിയഡ്സോട് കൂടിയിട്ട് എനിക്ക് എന്തൊക്കെയോ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ മുഴ പൊട്ടിപ്പോയി എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത്ര റിസൾട്ട്. കാരണം നമുക്കറിയാലോ, നമ്മൾക്ക് ഒരു അസുഖം വന്നിരിക്കുമ്പോൾ ഹോസ്പിറ്റൽ കേസ്, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്ക് പൈസ വേണം, ആളുകളും വേണം, രണ്ടും നമുക്ക് വേണം അല്ലേ. എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഇത് രണ്ടിനും പൈസയുടെ ബുദ്ധിമുട്ടും അതിന് ആളുകളുടെ ഒരു ഹെൽപ്പും വളരെ കുറവായിരുന്നു. ആ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യൊപ്പണിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതന്ന ആ ദൈവത്തിൻ്റെ സ്വന്തം ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന ഹെൽത്ത് ഗാർഡ് ഓയിൽ, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വുമൺ, അതുപോലെ തന്നെ നമ്മുടെ omega-3 വെജ് omega-3. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും, ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് വേറെ ഉൽപ്പന്നങ്ങളുണ്ടെങ്കിലും ന്യൂട്രിചാർജ് മെൻ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ന്യൂട്രിചാർജ് വുമണും ന്യൂട്രിചാർജ് ഒമേഗയും ഇതൊക്കെ അത്രയും ബെറ്ററാണ്. ജോയിൻറ്റ് പെയിനുകൾ മാറി. അതിനുശേഷം സത്യം അറിയാലോ, ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ഈ 6 വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരു അസുഖം പിന്നീട് എനിക്ക് വന്നിട്ടില്ല. എന്നാൽ ജലദോഷം പനിയൊക്കെ എനിക്ക് വരാറുണ്ട്. പക്ഷെ എനിക്കൊരു ഭയമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ജലദോഷം പനിയൊക്കെ വരുന്ന സമയത്ത് 5 തുളസി സത്തടങ്ങുന്ന നമ്മുടെ എന്താ പറയണേ പഞ്ചതുളസി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്രിചാർജ് S5 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ലേഹ്യങ്ങളുണ്ട്, സഞ്ജീവിനി പ്രാശാവലേഹം ഉണ്ട്. ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കഴിക്കുന്ന ആളുകളായി മാറിയപ്പോൾ പ്രോട്ടീൻ പൗഡർ എന്നുവെച്ചാൽ എന്തൊക്കെയോ ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെൻറ്റുകളുണ്ടോ അതെല്ലാം മാക്സിമം ഞാൻ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ അസുഖമില്ലാണ്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഇന്നും വളരെ എനർജറ്റിക് ആയിട്ട് ഞാനിന്ന് ജീവിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മകനായി ഒരുപാട് ശ്വാസമുട്ടും കാര്യങ്ങളുള്ളൊരു കുട്ടിയായിരുന്നു. അവനത് 6 വർഷമായിട്ട് എൻ്റെ മകനെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. ഞാനും ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നീട് പോയിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്.
അപ്പോൾ ദൈവത്തിനും അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ എൻ്റെ കയ്യിലേക്ക് എത്തിച്ചവർക്കും അതുപോലെ ഈ ഒരു എന്താ പറയണേ RCM ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങളിൽ അത്രയും ദൈവത്തിൻ്റെ കയ്യൊപ്പണിഞ്ഞ ഉൽപ്പന്നങ്ങൾ തന്നെയാണത് 100%. ഏതൊരു വ്യക്തികൾക്കും ആഗ്രഹിക്കുന്നതാണ് ആരോഗ്യം എന്ന് പറയണത്. ആ ആരോഗ്യം നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിൽ കൂടെ തീർച്ചയായും നമുക്ക് കിട്ടും. എൻ്റെ അനുഭവമാണിത്. താങ്ക് യു.